സഞ്ജു സാംസന്റെ മികവ്, അദ്ദേഹത്തിന്റെ ബാറ്റിംഗ്, അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി, ഇത് പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് എന്നാണ് സത്യാവസ്ഥ. മുകേഷ് കുമാറിന്റെ ആ ഓവറിൽ ഷായ് ഹോപ്പ് ഒരു ക്യാച്ച് ചെയ്തു. 46 പന്തിൽ 86 റൺസുമായി രാജസ്ഥാൻ റോയൽസിന്റെ വിജയത്തിനരികിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മുടെ ക്യാപ്റ്റനായ സഞ്ജു സാംസൺ. ഉറപ്പായും രാജസ്ഥാൻ റോയൽസ് ആ വലിയ മാർജിൻ കടക്കുകയും അത് ജയിക്കുകയും ചെയ്യുന്ന ഉറപ്പായിരുന്നു. ആ സമയത്താണ് മൈക്കൽ ഗോഫ് ഒരു തേടം പേരാണ്, അദ്ദേഹത്തിനായി വിടുന്നു. അത് വിട്ടപ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത്. 1 മിനിറ്റ് കൊണ്ട് എങ്ങനെങ്കിലും സഞ്ജു സാംസന്റെ സെഞ്ചുറി അടിക്കരുത്, രാജസ്ഥാൻ റോയൽസ് തോൽക്കണം എന്നുള്ള ഒരു തീരുമാനം അത് അമ്പയറിങ് ആ ചെയ്യണക്കാട്ടി മുമ്പേ മൂപ്പർ വിചാരിച്ചിരുന്നു. മൂപ്പരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയം, ഇത്രയും ക്രൂഷ്യൽ ആയിട്ടൊരു വിക്കറ്റ് കളിയെ എത്രത്തോളം അത് കളിയുടെ വിജയ സാധ്യത തോൽവിയൊക്കെ നിർണ്ണയിക്കുന്ന വിക്കറ്റിൽ വളരെ 1 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഒന്ന് സൂം ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റിയോടെ നോക്കാനോ ഒന്നും നോക്കാതെ ജസ്റ്റ് ഒന്ന് നോക്കി ആ ഔട്ട്, മെയിനായിട്ട് ഔട്ട് വിളിക്കണമായിരുന്നു. അതാണ് ഉദ്ദേശം. ഇതൊന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വിവാദമായിട്ടുന്നുണ്ട്. പക്ഷേ സഹീർ ഖാനെ പോലത്തെ, സുരേഷ് റൈനെ പോലത്തെ ക്രിക്കറ്റ് പ്ലെയേഴ്സൊക്കെ ഇതിനെതിരെ വിമർശിച്ചു വന്നു. ഒരുപാട് ആൾക്കാർ വിമർശിച്ചു വന്നിട്ടുണ്ട്. ആരാധകർ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തു നിന്നും ഇതിനൊരു പ്രതിഷേധം അറിയിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഒരു IPL അല്ല, ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ ഒരു അപമാനകരമായിട്ടുള്ള രീതിയിലാണ് ഈ സംഭവം നടന്നത്. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ ഒരു മികച്ച കീപ്പിംഗ് സഞ്ജു സാംസൺ ചെയ്തു. അദ്ദേഹം കിട്ടിയ പന്ത് എറിഞ്ഞ് ഔട്ടാക്കുന്ന സമയത്ത്, റൺഔട്ടായ സമയത്ത് ബാറ്റ് ഗ്രീസിൽ കൊണ്ടിട്ടില്ല എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സംശയം വളരെ കൃത്യമായിട്ട് അത് നോക്കാതെ തേർഡ് അമ്പയർ അവിടെയും രാജസ്ഥാനെതിരെ കളിച്ചു. ഇതിൽ തന്നെ മറ്റൊരു സംഭവം, പവൽ ഒരു നിർണായക സമയത്ത് ഒരു വൈഡ് എറിയുന്നു, വൈഡിന് റിവ്യൂ കൊടുക്കുന്നു. ഈ റിവ്യൂ കൊടുക്കുന്ന സമയത്തും അതാണ് ഭയങ്കര രസം. ഈ റിവ്യൂ കൊടുത്തപ്പോഴും അത് വൈഡാന്ന് ഏകദേശം ഒരു 90-99% നമ്മൾ ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് അതിന് ഒരുപാട് സമയം കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ അത് വൈഡ് അല്ലാതെ ആക്കണം, എന്നാലേ ഡൽഹിക്ക് ജയിക്കാൻ കഴിയുള്ളൂ, രാജസ്ഥാന് തോൽക്കാൻ കഴിയുള്ളൂ, അവിടെ ഋഷഭ് പന്ത് വിജയിക്കുള്ളൂ, സഞ്ജു സാംസൺ തോൽക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു വലിയൊരു മാഫിയ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കണം. ഇത് തുടരെ ഇതിങ്ങനെ ഇതിനു മുന്നേ വിരാട് കോഹ്ലിയും ഇതേപോലെ ഒരു പ്രശ്നം, ഹൈദരാബാദിലുള്ള ഒരു കളിയിൽ വിരാട് കോഹ്ലിയും അമ്പയറോട് വാക്കേറ്റം ഉണ്ടാക്കിയിട്ടാണ് പോയത്. അപ്പം തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം വിജയിപ്പിക്കാൻ വേണ്ടി ഒരു അന്തസ്സില്ലായ്മ അമ്പയറിംഗ് കാണിക്കുന്നത്. ഇത് മോശം അമ്പയറിംഗ് എന്ന് പറഞ്ഞ് നമ്മളിതിനെ മാറ്റി നിർത്തരുത്. ഇതൊരു അന്തസ്സില്ലായ്മയാണ്. ഇതൊരു പ്ലാനിങ്ങോടെ ചെയ്യുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് കൃത്യമായിട്ട് നമുക്കൊരു IPL പല പ്രശ്നങ്ങളും പല സംഭവങ്ങളും വന്നിട്ടുണ്ട്, വാതുവെപ്പും മറ്റതും മറിച്ചതും. ശ്രീശാന്തിനെതിരെ ഒരു സംഭവം വന്നപ്പോൾ അത് വലിയ കോളിളക്കമായി അദ്ദേഹത്തെ ചങ്ങലക്കിട്ടു, അദ്ദേഹത്തെ ജീവിതം തന്നെ ക്രിക്കറ്റിൽ നിന്ന് പോയി. അതേപോലെ ഇപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ സംഭവം അന്വേഷിക്കണം. ഈ അമ്പയറെ പിടിച്ച് ചോദ്യം ചെയ്താൽ അദ്ദേഹത്തിന് എത്ര കിട്ടിയിട്ടുണ്ടാവുമെന്ന് ചിലപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണോ, എങ്കിൽ ഈ ഡൽഹിയെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഡൽഹിയുടെ ഓണർ ചെയ്ത വളരെ ഒരു മാന്യതയില്ലാത്ത ഇടപെടൽ. നമുക്കറിയാം ഈ പണമാണ് നല്ലതെന്ന്. ഇദ്ദേഹത്തിനോട് പറയുന്നത് പണമല്ല, അന്തസ്സാണ് വേണ്ടത്. ഇത്രയും ഇത് സംഭവം നടന്നിട്ട് വേദിയിലേക്ക് നിന്നിട്ട് വളരെ മോശമായിട്ട് ഒരു പ്ലെയറെ അപമാനിക്കുന്ന ഇതാക്കുന്ന രീതിയിൽ പെരുമാറുന്നത് ഒരു അന്തസ്സില്ലായ്മയാണ്. അതൊരു വലിയൊരു ടീമിൻ്റെ ഒരു ഓണറൊക്കെ നിൽക്കുന്ന സമയത്ത്. പിന്നെ ഇതിലുള്ളത് മറ്റേ റിക്കി പോണ്ടിങ്, ഗാംഗുലി, ഇവരൊക്കെയാണ് ഈ ഡൽഹിയിൽ ഉള്ളതാക്കുന്നത്. ഇത്രയും വലിയ സീനിയർ പ്ലെയേഴ്സാണ്. ഇവർക്കൊക്കെ മിണ്ടാട്ടം മുട്ടിപ്പോയ സ്വന്തം ടീമിൻ്റെ കാര്യം വന്നപ്പോൾ ഇവർ ശരിക്കും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നില്ലേ? ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആരായാലും ഇതിനെ ചോദ്യം ചെയ്യും. വൈഡിന് കൊടുത്ത സമയം പോലും അത് വൈഡ് അല്ല എന്ന് കാണിക്കേണ്ടത് ആവശ്യമായിരുന്നു, എന്നാൽ ഇത് വിക്കറ്റ് ആണ് കാണിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതാണ് വ്യത്യാസം. അതുകൊണ്ട് വൈഡിന് കൂടുതൽ സമയം എടുത്തു ആ തേർഡ് അമ്പയർക്ക് അത് കണ്ടുപിടിക്കാൻ. അതിപ്പോഴും കറക്റ്റാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. വിക്കറ്റിന്റെ കാര്യം നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിക്കറ്റ് സഞ്ജു സാംസൺ സെഞ്ചുറി എടുക്കാൻ പറ്റൂല. അപ്പോൾ വളരെ മോശമായിട്ടുള്ള ഏർപ്പാടാണ്. ഒരു കളിയിൽ ഒരു മാന്യത വേണം. അപ്പോൾ നമ്മൾ കളിയിലേക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഭാവിയിൽ ആ കളിയെ ചോദ്യം ചെയ്യും, ആ കളിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും,
അത് മൊത്തത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ മാത്രമല്ല ലോകത്തന്നെ ഒരു ക്രിക്കറ്റ്, അതിൽ IPL ലോകം തന്നെ ആൾക്കാർ വീക്ഷിക്കുന്ന ഒരു ക്രിക്കറ്റാണ്, ഒരു പ്രീമിയർ ലീഗാണ്. അപ്പോൾ അതിനെ മൊത്തത്തിൽ ഒരു തടസ്സപ്പെടുത്തുന്ന, അതിൽ കളങ്കം വരുത്തുന്ന ഒരു സംഭവമാണ് ഇത് വാതുവെപ്പ് എന്നുള്ള സംഭവം നമ്മൾ വരുന്നുണ്ട്. എങ്കിലും ഈ കളിക്കിടയിൽ നമ്മൾ ഇത്രത്തോളം ഒരു മാന്യതയില്ലാത്ത ഒരു സംഭവം കാണുന്നില്ല. പക്ഷെ ഈ പ്രാവശ്യത്തെ IPL വളരെ നിരന്തരമായിട്ട് ഈ മോശം അമ്പയറിങ് വരുന്നു. രാജസ്ഥാനെതിരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ മോശം, ഒരു നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ എനിക്ക് പറയുന്നത്. പിന്നെ സഞ്ജു സാംസന്റെ കാര്യം പറയുമ്പോൾ സഞ്ജു സാംസന്റെ കളി വളരെ മികച്ചതായിരുന്നു. ബട്ട്ലറും ജയ്സ്വാളൊക്കെ അടുപ്പിച്ച് പരാഗൊക്കെ അടുപ്പിച്ച് ഔട്ടാവുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് ജയിപ്പിക്കും. അദ്ദേഹം നിന്നുണ്ടെങ്കിൽ അത് സിക്സ് ആയിരുന്നു. ആ 6 ആണെങ്കിൽ 6 റണ്ണ് അവിടെ തന്നെ കിട്ടി. അപ്പം തന്നെ ഒരു മാർജിൻ, ജയിക്കേണ്ട മാർജിൻ കുറഞ്ഞു. ആ വിക്കറ്റ്, സഞ്ജു സാംസന്റെ വിക്കറ്റ് പോയതിനു ശേഷം പിന്നെ കളിയുടെ താളം മൊത്തം മാറിയിരിക്കുകയായിരുന്നു. ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹം എത്തി വേൾഡ് കപ്പിലേക്ക് അദ്ദേഹത്തെ സെലക്ട് ചെയ്ത് തന്നെ വലിയൊരു പ്രതിഷേധം വന്നിട്ടുണ്ട്. ഫാൻസിന്റെ അടുത്തുനിന്ന് മാത്രമല്ല, കെവിൻ പീറ്റേഴ്സൺ പറയുന്നു IPL മത്സരത്തിനായിട്ട് സഞ്ജു സാംസൺ ഒരു കളി വിജയിപ്പിച്ചുള്ളൂ. അദ്ദേഹം പറയുന്നുണ്ട് വേൾഡ് കപ്പിലേക്ക് ഞാൻ സെലക്ടർ ആയിരുന്നെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ സഞ്ജു സാംസൺ ആണെന്ന്. അതുപോലെ വിദേശ കളിക്കാരുടെ ഒരു വലിയൊരു പിന്തുണ സഞ്ജു സാംസണിന് കിട്ടുന്നു. അപ്പോൾ സഞ്ജു സാംസണെ മാറ്റി നിർത്തേണ്ടത് ഇവിടെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു അത്യാവശ്യം പോലെയാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ പല ഗെയിമുകളും അദ്ദേഹം നല്ല രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ അവഗണിക്കുന്നു. അദ്ദേഹത്തെ ടീമിലിട്ടിട്ട് ഒരു 5 മത്സരമാണെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ കളിപ്പിക്കും, ബാക്കി 4 മത്സരത്തിൽ അദ്ദേഹത്തെ പുറത്തിരിക്കും, ചിലപ്പോൾ എല്ലാ പരമ്പരയിലും അദ്ദേഹത്തെ പുറത്തിരിക്കും. അതൊരു ശീലമായി, ഒരു നല്ലൊരു പ്ലെയറെ. അപ്പോൾ അദ്ദേഹം ക്യാപ്റ്റനായി വരുമ്പോൾ, അദ്ദേഹം വലിയൊരു പ്ലെയറായി വരുമ്പോൾ തങ്ങൾക്ക് പ്രിയപ്പെട്ടവർ മാറി നിൽക്കപ്പെടുമോ എന്നൊക്കെയുള്ള ഭയമായിരിക്കും ഈ ഒരു മാഫിയക്കുള്ളത്. ഇതൊരു ലോബിയാണ് ഇതിലുള്ളത്. നമുക്കറിയാം ഈ ഇന്ത്യൻ ക്രിക്കറ്റ് എന്നും ഒരു ഉത്തരേന്ത്യൻ ലോബി തന്നെയാണ്. സൗത്ത് ഇന്ത്യയിലെ പ്ലെയേഴ്സ് വളരെ കുറവാണ് ഉണ്ടാവുക. അവർ തന്നെ ഉണ്ടെങ്കിൽ അവിടെ എത്രത്തോളം അവരെ അകറ്റി നിർത്താൻ കഴിയും അത്രത്തോളം അവർ ശ്രമിക്കും. ഇത് 2024 വേൾഡ് കപ്പിൽ സഞ്ജു സാംസണെ എടുത്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാകും, വലിയൊരു പ്രതിഷേധമാകുമെന്ന് ഉറപ്പായത് കൊണ്ടാണ് അദ്ദേഹത്തെ ടീമിലിട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കളിപ്പിക്കുമെന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പറയാൻ പന്താണ്. സഞ്ജു സാംസണ് ഒരു 10 കളിയിൽ 100 എടുത്താലും ഋഷഭ് പന്ത് ഒറ്റ കളിയിൽ 100 എടുത്താൽ മതി, സെഞ്ചുറി അടിച്ചാൽ മതി. ഋഷഭ് പന്ത് ആയിരിക്കും അവർക്ക് ക്യാമൻ. സഞ്ജു സാംസൺ ഈ 10 കളിയിൽ സെഞ്ചുറി അടിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. ആ ഒരു നിലയിലേക്ക് ഒരു ഇന്ത്യൻ ടീം, എങ്കിൽ ഇന്ത്യൻ്റെ ഒരു ക്രിക്കറ്റ് ടീം ഒരു അധപതിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ BCCI ഇതിന് മുഖ്യ കാരണക്കാർ BCCI ആണ്. BCCIൻ്റെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ ചെയ്യരുത്. അപ്പം എല്ലാ സംഭവത്തിനും ഞങ്ങളാണ് വലിയവരെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ജനങ്ങളുണ്ട്. അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് ഇതാക്കിയാൽ നിങ്ങളെ എല്ലാ സംഭവം അവിടെ നിൽക്കും. അപ്പോൾ പ്രേക്ഷകരും അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ മുമ്പോട്ട് പോകണത്. അപ്പോൾ ഇതിലൊരു ഗെയിമിൻ്റെ കാര്യത്തിൽ കള്ളക്കളി കളിക്കരുത്. അതിൽ വളരെ വസ്തുത അവിടെ കളിക്കണം. നല്ല കളിക്കാരെ അതിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ ഈ 2024 വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ കളിക്കാൻ കഴിയട്ടെ എന്നുകൂടി വിചാരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി അവസാനമായിട്ട് പറയുകയാണ്, കളിയിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒന്നും കൊണ്ടുവരരുത്. ആരാണ് മികച്ചവൻ അവന് കളിക്കാനുള്ള അവസരം കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടും. അങ്ങനെ അതിന് ഉദാഹരണമുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ അവസ്ഥ അറിയാലോ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോയ ആൾക്കാർ, ഫൈനലിൽ കളിച്ച ആൾക്കാരിലെക്കാട്ടൊക്കെ എത്രയോ മികച്ച ആൾക്കാർ പുറത്തിരുത്തിയിട്ടാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പ് വരെ നന്നായിട്ട് കളിച്ചു, ഫൈനലിൽ 8 നില പൊട്ടി. അപ്പം ഇങ്ങനൊരു അവസ്ഥ ഈ ഇന്ത്യൻ ക്രിക്കറ്റിന് ഉണ്ടാവുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇങ്ങനെയുള്ള ഒരു വളരെ മോശപ്പെട്ട ഒരു രീതിയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ അമ്പയറിംഗ് പൊതുവെ മാപ്പ് പറഞ്ഞ ഈ അമ്പയറിങ്ങിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആരാധകരായ ആൾക്കാരുടെ ഒരു അഭിപ്രായം. അത് അന്വേഷിക്കണം. അപ്പോൾ ഈ മോശം അമ്പയറിങ്ങിന് ഒരു ക്രൂഷ്യൽ വിക്കറ്റിന് ഇത്രയും സമയം കൊടുത്തപ്പോൾ ഒരു വൈഡിന് കൂടുതൽ സമയം കൊടുക്കാൻ കാരണം ഡൽഹിയെ വിജയിപ്പിക്കാൻ നേരത്തെ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് BCCI അടക്കം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ പ്രതികരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കണ്ണടച്ച് നിർത്താൻ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇത് കാണുന്ന ക്രിക്കറ്റ് പ്രേമികളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സംഭവം കാണുമ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് പ്രതിഷേധിക്കണം. നമ്മൾ വെറുതെ ഇവിടെ നിന്നിട്ട് സംസാരിച്ചുകൊണ്ടോ അതിനെതിരെ പരസ്പരം സംസാരിച്ചുകൊണ്ടോ ദേഷ്യപ്പെടേണ്ടൊന്നും കാര്യമില്ല. കൃത്യമായിട്ട് IPL ടീമിൻ്റെയൊക്കെ ഫേസ്ബുക്ക്
പേജ് ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് കൃത്യമായിട്ട് കമന്റുകൾ ഇട്ടിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കണം. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നല്ലൊരു പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് മനസ്സിലാക്കണം, ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം കൃത്യമായിട്ട് ഇങ്ങനൊരു പ്രതിഷേധം വന്നാൽ പ്രതിഷേധം വന്നാലേ മാറ്റം ഉണ്ടാവുകയുള്ളൂ. നമുക്കൊന്നും പൈസ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പം കളിയിൽ എന്താ പറയുക, ഒരു ഇങ്ങനെയുള്ള സംഭവം കൊണ്ടുവരുത്, കളിയെ നശിപ്പിക്കരുത്, ക്രിക്കറ്റിനെ നശിപ്പിക്കരുത് എന്ന് പറയാണ്. അവർ ക്രിക്കറ്റ് പ്രേമിയായ ഞാൻ പറയാണ്. ഓക്കെ, ഗുഡ് ബൈ. വിപിൻ വിശ്വനാഥ്.